പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, എല്ലാവർക്കും പ്രത്യാശയുടെ ഒരു ദിനം ആശംസിക്കുന്നു. ഇന്ന് ചിന്തിക്കുന്ന തിരുവചനം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 27-ാം തിരുവചനം. ഇതാ നിന്റെ അമ്മ. യേശു കുരിശിൽ നമുക്ക് നൽകിയ വലിയ സമ്മാനം. 1208 പ്രവ്വിൽ എന്ന സ്ഥലത്ത് വിശുദ്ധ ഡൊമിനിക് ദൈവമാതാവിന്റെ ദേവാലയത്തിൽ രാത്രി പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധമ്മ ദർശനം നൽകി ജപമാല സമ്മാനിച്ചു. രാത്രിയിൽ പ്രാർത്ഥിക്കുവാനും പകൽ ജപമാല പ്രസംഗിക്കുവാനും നിർദ്ദേശിച്ചു. ആൽബിജൻസിൽ വിശ്വാസത്തിനെതിരെ അനേകർ പാഷണ്ഡികളായി മാറിക്കഴിഞ്ഞിരുന്നു. വിശ്വാസം സംരക്ഷിക്കാൻ വിശുദ്ധൻ 3 സന്യാസ സഭകളും സ്ഥാപിച്ചു. വിശുദ്ധൻ ഒരു പ്രത്യേക ടൈം ടേബിൾ ഉണ്ടാക്കി. രാത്രിയിൽ ജപമാല പ്രാർത്ഥിക്കുക, രാവിലെ സ്വന്തം ശരീരത്തിൽ ചമ്മട്ടിയടിച്ച് പ്രായശ്ചിത്തം ചെയ്യുക, തുടർന്ന് പകൽ പ്രസംഗിക്കുക. ക്രമേണ വിശ്വാസം പുനഃസ്ഥാപിക്കപ്പെട്ടു. പാഷണ്ഡികൾ മാനസാന്തരപ്പെട്ടു. ഇതാ ഫ്രാൻസിലെ രാജകുമാരി മക്കളില്ല എന്ന സങ്കടവുമായി വിശുദ്ധനെ സമീപിച്ചപ്പോൾ ജപമാല പ്രാർത്ഥിക്കാൻ പറഞ്ഞു. തുടർന്ന് 1215 ലൂയി രാജകുമാരൻ പിറന്നത്. ജപമാല ശക്തിയേറിയ ഒരായുധമാണ്. ഇന്നേ ദിനം പ്രത്യേകം ഒരു ജപമാല ചെല്ലാൻ മറക്കരുതേ. തുടർന്ന് വരുന്ന 33 ദിവസങ്ങളിലും നിങ്ങളുടെ പ്രത്യേക നിയോഗം സമർപ്പിച്ച് ജപമാല തുടരുക. തീർച്ചയായും പരിശുദ്ധമ്മ ആ നിയോഗം ഏറ്റെടുക്കും. എല്ലാവരെയും പരിശുദ്ധമ്മ വഴി ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി.